അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ പലയിടത്തു നിന്നും പലരും പല രൂപത്തിലാണ് ഇതിനെ സംബന്ധിച്ച് വിലയിരുത്തുന്നത്. ഈ 100-ാം വാർഷികത്തോടു കൂടെ സമസ്ത പടിയടച്ച് പിണ്ടം വെക്കുമെന്ന് പറയുന്നവരും, എന്നതുപോലെ തന്നെ സുന്നി എന്നൊരു ആശയം തന്നെ ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്ന ആളുകളുമുണ്ട്. ഇതിൻ്റെ ഇങ്ങനത്തെ ഇത്തരം ഓരോ ഉള്ളിലുള്ള ആശകളായിട്ട് നടക്കുന്ന ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വന്തത്തെ പറ്റി ചിന്തിക്കുന്നതിന് പകരം അപരൻ്റെ കുറ്റങ്ങളും കുറവുകളും പരാതികളും നിരത്തി വെച്ചുകൊണ്ട് അത് കവടി നിരത്തുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നാളെ എന്നൊരു ദിവസം നമ്മൾക്ക് സംജാതമാകുമ്പോൾ നമ്മൾ ജീവനോടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. തെറിപൂരങ്ങളും ആക്ഷേപങ്ങളും കുത്തുവാക്കുകളും പറഞ്ഞവർ ഇവിടെ എത്ര ഇബാദത്തും നന്മയും ചെയ്തിട്ടൊരു കാര്യവുമില്ല, ഒക്കെ നിഷ്ഫലമായിരിക്കും, വെള്ളത്തിലെഴുതിയതുപോലെ ആയിരിക്കും. അവരടുക്കൽ പരാതിക്കാർ വന്നുകൊണ്ട് അവൻ്റെ സൽക്കർമ്മങ്ങളൊക്കെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുക. അവസാനം അപരൻ്റെ തിന്മകൾ ഇവൻ്റെ ചുമലിൽ കെട്ടിവെച്ച് നരകത്തിലേക്ക് പോകേണ്ടി വരും എന്നോർത്തുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു നിൽക്കുകയാണ് ഏറ്റവും നല്ലത്. അവനവൻ്റെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പണ്ഡിത ലോകത്തെ ഒന്നടങ്കം ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ എല്ലാവരെയും ബഹുമാനിക്കാനും ഉസ്താദുമാരെ മറ്റുള്ളവർ ബഹുമാനിക്കാനും ഒരാളെയും നമ്മൾ ദീനിൽ നിന്ന് പുറത്താക്കാനോ മുശ്രിക്കാക്കാനോ പടിയടച്ച് പിണ്ടം വെക്കാനോ നോക്കാതെ നമ്മൾ സ്വന്തത്തിനെയും അംഫുസക്കും അഹ്ലീക്കും നാറാന്നാണ് പറഞ്ഞത്. നീ നിൻ്റെ ശരീരത്തിനെയും നിൻ്റെ അഹലുകാരെയും നരകത്തിൽ തൊട്ട് സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ അവസാന കാലത്ത് മുഅ്മിനെ പറ്റി പറഞ്ഞത് കൽക്കാബിദ് അൽ ജംറാന്ന, തീക്കണൽ കയ്യിൽ പിടിച്ചവനെ പോലെയാണെന്ന്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? വിദേഹത്തോട് കൊടികുത്തി വാഴും. വീടാന്തരം പള്ളിയാന്തരം വിദേഹത്തോട് കൊടികുത്തി വാഴുമ്പോൾ അതിൽ നിന്നൊക്കെ എന്താണ് വിമുക്തരായിക്കൊണ്ട് നമ്മുടെ ഈമാൻ ഓരോരുത്തരും അവരെ ഈമാനിനെയും അവൻ്റെ കുടുംബക്കാരെ ഈമാനെ സംരക്ഷിക്കുന്നതിന് പകരം അപരൻ്റെ ഈമാനെ അവനിങ്ങനെ എന്നാൽ അപരനെ നന്നാക്കാൻ വേണ്ടി തിരിയുന്നതിന് പകരം സ്വന്തത്തെയും സ്വന്തം കുടുംബത്തെയും നന്നാക്കുകയും ഇബാദത്തുകളെ അതിൻ്റെ യഥാരൂപത്തോടുകൂടെ അള്ളാഹും റസൂലും പറഞ്ഞതുപോലെ നിസ്കരിക്കാൻ എങ്ങനെയാണോ പറഞ്ഞത്, സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ നിസ്കരിക്കുക. അറബിയിലെ ഹുത്തുബോധ എങ്ങനെയാണോ റസൂലുള്ള ഹുത്തുബോധി അതുപോലെ ഹുത്തുബോധ, അതൊരു പ്രസംഗമാണ്, അത് തിരിയണം എന്നൊന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരണം കൊണ്ടുവരാതെ നബി നിസ്കരിച്ചതുപോലെ നബി ഹുത്തുബോധിയതുപോലെ ഈ രൂപത്തിൽ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചതുപോലെ നമ്മളങ്ങനെ ഇബാദത്ത് ചെയ്ത് കണ്ട് ഒരു മറ്റുള്ളവരെയും ആരെയും ആക്ഷേപിക്കാതെ അവനവൻ്റെ ഈമാൻ സംരക്ഷിക്കേണ്ട ഒരു കാലമാണിപ്പോൾ. അപ്പോൾ സമസ്തയുടെ 100-ാം വാർഷികം ആ സമയത്തേക്ക് എല്ലാവരും എത്തുമെന്നൊന്നും അറിയില്ല. ആഘോഷിച്ചാലും ഇല്ലെങ്കിലും അവനവൻ പഠിച്ചതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. ഒരു വ്യക്തിയും നിസ്സാരപ്പെടുത്താതിരിക്കുക. നമ്മൾക്ക് ഇൽമ പഠിപ്പിച്ചു തന്ന ആളുകൾ, അത് ഏത് വിഭാഗമാവട്ടെ ഏത് ജാതി ആവട്ടെ, അവരൊക്കെ നമ്മുടെ ഉസ്താദുമാരാണ്, ഗുരുക്കന്മാരാണ്. അവർ ബഹുമാനിക്കൽ നമ്മളെ മേൽ നിർബന്ധമാണ്. നമുക്ക് അലിഫ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മളെ മരണം വരെ നമ്മളെ മറ്റുള്ള വാചകങ്ങൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഈ വാചകമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഇന്ന ഗ്രൂപ്പുകാരെന്നോ ഇന്ന ആൾ എന്നോ ഒന്നും ചിന്തിക്കാതെ എന്ത് ചെയ്യണം? നമ്മളെ ആ പ്രവർത്തനങ്ങൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ അത് പ്രവർത്തിക്കുക തന്നെ വേണം. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, കൂട്ടുകുടുംബങ്ങളെ സഹായിക്കൽ, മറ്റുള്ളവരോടുള്ള ലോകങ്ങൾ, വർത്തമാനങ്ങൾ, പള്ളികൾ എന്നപോലെ മതസ്ഥാപനങ്ങൾ, ഇതിനോടൊക്കെ എന്താണ് നമ്മൾ നല്ല അനുകൂലമായിട്ടുള്ള സമീപനമാണ് ചെയ്യേണ്ടത്. അല്ലാതിരുന്നാൽ അത് അവനല്ല ഇവനാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നാൽ നമ്മൾക്ക് അതിനൊന്നും സമയമില്ല. ഇനി പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിന് സമയം നിശ്ചയിക്കൂല. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് തന്നെ ചെയ്ത് തീർക്കണം. അതെന്ത് വിഷമം സഹിച്ചാണെങ്കിലും വേണ്ടില്ല, നാളേക്ക് നമ്മൾ ഉണ്ടാവുമെന്നറിയാമല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇനിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന, പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ ആക്ഷേപിച്ചുകൊണ്ട് ഈമാൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത്. അത് തെരഞ്ഞെടുപ്പ് വേളയിലാട്ടെ അല്ലാതെ ആവട്ടെ. നമുക്കറിയാമല്ലോ, മുമ്പ് APK പ്രശ്നം ഉണ്ടായ സമയത്ത് ഇത്ര ആളുകൾ ഇവിടെ നിന്ന് അങ്ങോട്ടോട്ട് തെറി പറഞ്ഞു, അതൊക്കെ അവർ പൊരുത്തപ്പെടിച്ചു, ഇത്ര ആൾക്കാരെ കൊന്നു. എൻ്റെ ഓർമ്മയിൽ തന്നെ 9ഓളം ആൾക്കാർ, AP ഭാഗത്തുപ്പെട്ട 9ഓളം ആൾക്കാർ ഈ മറ്റുള്ളവരെ
ഈ കരങ്ങളാൽ വധിക്കപ്പെട്ടിട്ട് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ്ട് പൈച്ചാരിക്കാണ്ട് അങ്ങനെയാണത് അതെന്താണ് ഇവിടെ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഇവരങ്ങോട്ടോട്ട് പൊരുത്തപ്പെടിച്ചോ ഈ മരിച്ചവർ അവസാന കാലം ആകുമ്പോൾ അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്, മരിച്ചവർ എന്തിനാണ് അവരെ എന്തിനാണ് കൊല്ലുന്നതെന്നും കൊല്ലുന്നവർക്കും അറിയില്ല, കൊല ചെയ്യപ്പെട്ടവർക്ക് എന്തിനാണ് കൊല ചെയ്യപ്പെട്ടതെന്നും അറിയില്ല എന്ന് പറയുന്നൊരു കാലം. നിങ്ങളാലോചിച്ച് എന്തിനാണ് അവരെ കൊന്നത്? അവരെ കൊന്നിട്ട് എന്ത് കിട്ടി? അവരുടെ കുടുംബത്തിനും ബാക്കി ആർക്കും പോയി എന്നല്ല എന്നതുപോലെ കൊള്ളയും കൊലയും കൊള്ളിവെപ്പുമായിട്ട് നീങ്ങുന്നത് അവനവൻ്റെ കാര്യം ചിന്തിച്ച് അവനവൻ്റെ കൂട്ടും കുടുംബവും നന്നാക്കാൻ നോക്കിയിട്ട് മറ്റുള്ളവരെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുള്ള തോപ്പിക്കായിട്ടെന്ന് പറഞ്ഞ് നിർത്തുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. അസ്സലാമു അലൈക്കും.